കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്നാനപ്പെടുത്തി അവാർഡ് മേടിച്ചിട്ടുള്ള ആൾ. ഒരിക്കൽ കൂടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആ സംഘടനയിൽ സ്നാനപ്പെടുത്തി അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരാൾ. ഒരു ദിവസം പെട്ടെന്ന് അതെനിക്ക് തോന്നുകയാണ്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, ദൈവം എന്നെ ത്യജിച്ച് കളഞ്ഞു. ആ പിശാചിൻ്റെ ലായി, ആ കള്ളം തൻ്റെ തലയ്ക്കകത്ത് കയറി താൻ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് അദ്ദേഹം ഇങ്ങനെ താണു പോകുന്നത് ദുഃഖത്തോടെ നോക്കി നിന്നു. ദുഃഖത്തോടെ വർഷങ്ങൾ ഞങ്ങൾ നോക്കി. ഞാനും പോയി സംസാരിച്ചു, ഒത്തിരി പേര് സംസാരിച്ചു. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരാൻ തക്കണം കഴിഞ്ഞില്ല. അതിനർത്ഥം നമ്മൾ ശുശ്രൂഷിക്കുന്നു, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, പക്ഷെ നമ്മുടെ അകത്തുള്ളതായ ആ ശൂന്യത, അച്ഛൻ പറഞ്ഞതുപോലെ ആ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. ഏറ്റവും വലിയ ശുശ്രൂഷ മനുഷ്യനെ ചെയ്യുന്നതല്ല. ഏറ്റവും വലിയ ശുശ്രൂഷ 5 സർവീസിന് വന്നിരുന്ന് ചെത്തുന്നതല്ല. ഇതൊന്നുമല്ല മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നതല്ല ശുശ്രൂഷ. ചർച്ചല്ല വലുത്, പ്രോജക്റ്റ് അല്ല വലുത്, കർത്താവാണ് വലുത്. കർത്താവുമായിട്ടുള്ള സാന്നിധ്യം, കർത്താവിൽ വസിക്കുന്നതായ അനുഭവം. അതില്ലാതെ നമ്മൾ ആരോ പ്രസംഗിച്ചതിൻ്റെ ബാക്കിയോ, എവിടെ വായിച്ചതിൻ്റെ ബാക്കിയോ, എവിടെയോ കേട്ടതിൻ്റെ ബാക്കിയോ ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴേക്കും നമ്മൾ ദൈവം ഇല്ലാത്ത ഒരു ശബ്ദമായിട്ട് തീരുകയാണ്. ദൈവം ഇല്ലാത്ത ശബ്ദമല്ല സുവിശേഷം, ദൈവശബ്ദമാണ് സുവിശേഷം. അതാണ് പല ശുശ്രൂഷകരും പിന്നത്തേതിൽ പിന്മാറിപ്പോകുന്നത്. സാധാ ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. കുറേ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകും, മനസ്സിലായി? കുറേ പ്രസംഗിച്ച് അല്ലെങ്കിൽ സഞ്ചരിച്ച് ആൾക്കാരെ നേടി, അത് കഴിയുമ്പോഴേക്കും എന്തോ ഇത് എന്ന് ഫ്രസ്ട്രേറ്റ് ആകും. പക്ഷേ ഞാൻ അത് കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് പൊതുവേദികളിൽ അത് പറയാൻ പറ്റത്തില്ല.